സ്റ്റാർട്ട് ചെയ്യാമോ? മണി തിങ്കളായി ഓക്കെ. അക്ഷയ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ ആൻമേരി ശരി സെറ്റ്. അപ്പോൾ ഹായ് ഗൈസ്, റസ്മിനാണ്. അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, ഇൻസ്റ്റാഗ്രാമിലൊന്നും കയറാൻ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോൺ വേറൊരാളുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഫോണിന് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ സെറ്റായി. യെസ്, അപ്പോൾ ഞാനിപ്പോൾ ലൈവ് വന്നത് എന്താ പറയുക, ലൈവ് വരാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതുവരെ നിങ്ങളോട് ആരോടും സംസാരിച്ചിട്ടില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനായിട്ടാണ് ഞാനിവിടെ വന്നത്. കാരണം നിങ്ങൾ ഇത്രയും പേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ടും പ്രേയേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബിഗ് ബോസ്. എനിക്ക് ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ട് 71 ദിവസമൊക്കെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. അപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ നിങ്ങളെല്ലാവരും ആണ്. നിങ്ങളുടെ സപ്പോർട്ടും വോട്ടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അത്രയും നാളവിടെ നിൽക്കാൻ വേണ്ടി പറ്റിയത്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ബിഗ് ബോസ്, അകത്ത് വേറൊരു ലോകം തന്നെയാണ്. അപ്പോൾ അകത്ത് നമ്മൾ കുറേ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഭയങ്കര സീനാണ്. ചില സമയങ്ങളിൽ നമുക്ക് പ്രാന്ത് പിടിച്ച് പണ്ടാരടങ്ങി എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങി പോകാനൊക്കെ തോന്നും. പക്ഷെ ചില സമയത്ത് ഭയങ്കര രസമാണ്. എല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, എല്ലാവരുമായിട്ട് ഗെയിം കളിക്കുന്നു, അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ എപ്പിസോഡിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കും. ആ ടെൻഷനിൽ നമ്മൾ ചിലപ്പോൾ സാറിന് ചീത്തയ്ക്കാനുണ്ടാവും, ചിലപ്പോൾ നല്ലത് അപ്രിസിയേഷൻസ് കിട്ടാനുണ്ടാവും. പക്ഷെ എന്നാലും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ. അപ്പോൾ പിന്നെ കൂടുതൽ വിശേഷങ്ങൾ ഹൗസിൻ്റെ ഒക്കെ കുറേ വിശേഷങ്ങളും നിങ്ങൾക്ക് എനിക്കറിയാം, കുറേ പേരെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. കമൻസൊക്കെ ഓണാക്കാനോ? അയ്യോ, ഇത് ഗൈസ് ഇതിൽ പിന്നെ പ്രത്യേകിച്ച് മെയിൻ ഞാൻ ലൈവ് പോകുന്ന ഫസ്റ്റ് ടൈമാണ്. ഹായ് മല്ലു കൊച്ചി ബ്രോ, ഹായ്. അപ്പോൾ കമൻസ് വായിച്ചിട്ട് പറയാനാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ. വേറെ ഇതിൻ്റെ പരിപാടികളൊന്നും എനിക്കറിയില്ല, ഒക്കെ പഠിച്ചു തരണം. അപ്പോൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണാം, സംസാരിക്കാം. അപ്പോൾ മെയിനായിട്ട് ഇപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെ ഒരു താങ്ക് യു പറയാൻ തന്നെയാണ്. ഒരുപാട് പേര് എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷം. എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ്, എൻ്റെ കോളേജിലെ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കൂ, നമുക്ക് ഉത്തരം പറയാം. അല്ല ശരി, ഞാൻ ഉത്തരം പറയാം. ഞാൻ ഹാപ്പി ആട്ടോ. ഇപ്പോൾ എനിക്ക് കുറേ കമൻസ് ഒക്കെ വന്നത് ഇപ്പോൾ ഇറങ്ങിയതിൽ ഇപ്പം ഇറങ്ങേണ്ട ആളല്ല, ഔട്ടാവേണ്ട ആളല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഞാൻ ഇറങ്ങിയ ദിവസം ലാൽ സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ലാൽ സാറിൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റി. നേരിട്ട് എന്താ പറയുക, ബർത്ത്ഡേ വിഷസ് കൊടുക്കാൻ പറ്റി, ഹഗ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അതൊക്കെ നിങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം സാധിച്ചെടുത്തതാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി എന്താണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയൂ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് അതിനകത്ത് നല്ല സുഖമായിരുന്നു. കുറേ നാൾക്ക് നല്ല സുഖങ്ങളായിരുന്നു. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ പോണു. യെസ്, അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. ഒരു മിനിറ്റ് ഉണ്ട്, ഉമ്മി വിളിക്കുന്നു. ഒരു മിനിറ്റ് ഉമ്മി, ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 10 മിനിറ്റ്. അപ്പോൾ അങ്ങനെ. പിന്നെന്താണ് ഗൈസ്, പറയൂ. അയ്യോ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? എപ്പിസോഡൊക്കെ കണ്ടിരിക്കുകയാണോ? ക്വസ്റ്റ്യൻ സെക്ഷൻ റൈറ്റ് ഡൗണിൽ ഉണ്ട്, അവിടെ ഉണ്ട് കുറേ കമൻസ്. ഓ സോറി ഗൈസ്. ആക്ച്വലി ഇപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ മൊത്തം ആൻസർ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയാണ്? കമൻറ്റ് ബോക്സ് ഒന്ന് ഓൺ ചെയ്യൂ. ഓഫാണല്ലോ. ശ്രീജുൻ ഫാൻസ്, ശ്രീജുൻ എത്രയും ഹിറ്റ് ആവാനെന്ന് വിചാരിച്ചു. ശ്രീജുൻ അവർ നെട്ടില്ലേ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഇൻ്റർവ്യൂസ് ഒന്നും ഇപ്പോൾ കൊടുക്കാനായിട്ടില്ല. ഏഷ്യാനെറ്റിൻ്റെ മീൻസ് എൻ്റെ മോൾ ഷൈൻ്റെ ഒരാൾക്കാരായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, എന്നെക്കുറിച്ച് ചോദിക്കൂ, എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കൂ. ബാക്കി ഹൗസ് മേറ്റ്സിൻ്റെ ഒക്കെ
ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പിന്നീട് സംസാരിക്കാമെന്നാണ്. അപ്പം ഞാൻ പറയില്ലേ, നേരത്തെ മെയിനായിട്ട് വന്നത് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാൻ, നിങ്ങളോടൊക്കെ ഒരു താങ്ക് യു പറയാൻ തന്നെയാണ്. പിന്നെ ഞാൻ ഹാപ്പി ആട്ടോ. ഇപ്പോൾ ഒരു കമൻറ്റ് കണ്ടു, ഹാപ്പി ആണോ? തീർച്ചയായിട്ടും നല്ല ഹാപ്പിയാണ്. കപ്പടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ട്, പക്ഷെ എന്നാലും എന്താ പറയുക, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി എനിക്ക്. അതായത് ലാൽ സാറിൻ്റെ അടുത്തൊക്കെ നിൽക്കാൻ പറ്റി, ഫോട്ടോ സാറിൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ പറ്റി, സൈനൊക്കെ കിട്ടി. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കത് വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഇത്രയും ദിവസമൊക്കെ നിൽക്കാൻ പറ്റി, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. തീർച്ചയായും എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറേ പേരൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് 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 ഹായ്. ബാക്കി എങ്ങനെ എപ്പിസോഡ്, ഞാൻ പിന്നെ വന്നതിന് ശേഷം എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല. ആകെപ്പാടെ എൻ്റെ എവിക്ഷൻ്റെ എപ്പിസോഡ് കണ്ടു. പിന്നെ ഏതോ ഒരു എപ്പിസോഡ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അയ്യോ ഞാൻ അവിടെ ഇല്ലല്ലോ, എന്താ പറയുക, ഞാൻ അവിടെ ഇല്ലല്ലോ എന്നുള്ളൊരു സാധനത്തിൽ ചെറിയൊരു സങ്കടം വന്നു. പല കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അങ്ങനെ പറയായിരുന്നു. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇവളെന്തിനാ ഇപ്പം ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു തോട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നൊസ്റ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ അധികം എപ്പിസോഡ്സ് ഒന്നും കാണാൻ നിന്നിട്ടില്ല, ഒന്നും കാണുന്നില്ല അങ്ങനെ. പിന്നെന്താണ് ഗൈസ്, പറയൂ. ഇന്നത്തുള്ള ഇൻഡിവിജ്വൽ ഗെയിമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആരാ? നോറിയാണ്. എല്ലാവരും അടിപൊളിയാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാവരും അടിപൊളിയായിട്ട്, ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള കഴിവുകളുണ്ട്. രൗദ്രമാണോ ഡ്യൂട്ട്? പിന്നെ പൊന്നെ, സോറി ബ്രോ, ഞാനിത് ഇന്ന് പുറത്തു പോകാൻ വേണ്ടി കിട്ടിയപ്പോൾ ഒരു ടീഷർട്ട് എടുത്തിട്ട് അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഹായ് റസ്മിൻ, ഹായ് ഹായ്. മീംസ് സൊല്യൂസോ കൃഷ്ണ, ഹലോ ചേച്ചി, ഹായ് കൃഷ്ണ. വീഡിയോസൊക്കെ കണ്ടോ? അവർ ഇത്ര ഫേമസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? വീഡിയോസൊക്കെ കണ്ടോ? അവർ ഇത്ര ഫേമസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ആരാ ആര് ഫേമസ് ആണോ എന്നാ അറിയില്ല. ഇതിൻ്റെ ഇടയിൽ ഇതേ വോട്ട് ഫോർ ശ്രീതു എന്നൊക്കെ വരുന്നുണ്ട്. ഗൈസ്, എല്ലാവർക്കും വേണ്ടി എന്താ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാദ്യ, പ്ലീസ് കോൾ മൈ നെയിം. ഹായ് കാദ്യ ചേച്ചി, ക്യാൻ യു സേ മൈ നെയിം? സന്മയ ചേച്ചി, സോറി സന്മയ. ഹായ് സന്മയ. അപ്പോൾ ബിഗ് ബോസ് എങ്ങനെ? ബിഗ് ബോസ് അടിപൊളിയാട്ടോ, ബിഗ് ബോസ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഗൈസ്, ഒരു ഡൗട്ട് കൂടി ചോദിച്ചിട്ട്, ഇനി വരുന്ന പുതിയ കമൻസ് മുകളിലാണ് വരുന്നത് അതോ താഴെയാണ് വരുന്നത്? ഓപ്ഷൻ ഇല്ല, അറിയില്ല. അത് ഞാൻ ഇവിടെ പോയി നോക്കട്ടെ. ലൈവിൽ കമൻസ് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഹായ് അക്ഷര, ഹായ്. എവിടെയാണ്? കാണാൻ കിട്ടുന്നില്ലല്ലോ. എന്നെയല്ലേ കാണാൻ കിട്ടത്, സോറി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താഴെ ഹേ സീനിയർ, ഗുഡ് ജോബ്, താങ്ക് യു. വർണ്ണ ഹായ് ഡിയർ. പിന്നെന്താണ്, വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ അധികം ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം എല്ലാവർക്കും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. അപ്പോൾ ഹായ് അയക്ഷ, താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്സ്. ഇങ്ങനൊരു അവസരം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ അടുത്ത് ആരോ ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് സാധാരണക്കാർക്ക് ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അത് എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ അതിന് സാധാരണക്കാരോ അങ്ങനെ അതൊന്നും നോക്കണ്ടായിരുന്നില്ല. നമുക്ക് ഇങ്ങനെ പോലുള്ള ഒരു അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം. കാരണം നമുക്ക് ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാനും അതുപോലെ തന്നെ രമ്യ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും നമ്മൾ ഓരോരോ സ്റ്റേജിൽ ഓരോരോ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ നമ്മുടെ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. അതായത് നോളജ് കിട്ടുന്നത് അത് പല രീതിയിലായിരിക്കും, എക്സ്പീരിയൻസ് വൈസ് എല്ലാത്തിലും ആവും. അപ്പോൾ ഈ നോളജ് എന്ന് പറയുന്ന സാധനം പല രീതിയിൽ വരുന്നത്, അത് നെവർ എൻഡിങ് പ്രോസസ്സാണ്. അത് ഒരിക്കലും എൻഡ് ആവുന്നില്ല. നമ്മൾ ഏത് പ്രായത്തിൽ പോയാലും നമുക്ക് പുതിയ കാര്യങ്ങൾ, അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.